ഇങ്ങനെ നമ്മുടെ കളറിന്റെ ഫസ്റ്റ് കോട്ട് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. ഇത് കുറെ ചെറിയ ചെറിയ ടച്ചപ്പുകളും കാര്യങ്ങളൊക്കെ ബാക്കി നിൽപ്പുണ്ട്. A little longer than a few minutes later. പോയേക്കാം. ഹലോ, നമസ്കാരം. റോഡീസ് ഗാരേജിലേക്ക് സ്വാഗതം. ഞാൻ ജുബിൻ ജേക്കബ്. നമ്മുടെ CJ3B ജീപ്പിന്റെ റീസ്റ്റോറേഷൻ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഞാൻ കഴിഞ്ഞ തവണ നിർത്തിയത് നമ്മൾ ആ ബോഡിയിൽ പ്രൈമറൊക്കെ അടിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടാണ് നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ നടന്നു. പക്ഷെ എല്ലാം ഒന്നും നമുക്ക് വീഡിയോ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ആ സമയത്ത് ആരെങ്കിലും എടുക്കാൻ സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ചില കാര്യങ്ങൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ പണിയിലും അത് പറ്റില്ല. അത് കാരണം നിങ്ങളൊന്ന് ക്ഷമിക്കുക. കുറെ കാര്യങ്ങൾ സ്കിപ്പായി പോയിട്ടുണ്ട്. എനിവേ, നമ്മളിപ്പോൾ പെയിന്റിങ്ങിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. കാരണം എല്ലാം ഒന്നും ഇതിനകത്തില്ല. നമ്മൾ ആ പ്രൈമർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ നമ്മൾ ബോഡി ഫില്ലർ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ലെവലിംഗ് തുടങ്ങിയത്. ബോഡി ഫില്ലർ ലെവൽ ചെയ്ത് അത് നമ്മൾ ഓർബിറ്റൽ സാൻഡർ ഉപയോഗിച്ചാണ് ചെയ്തത്. ഐബൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സാൻഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ 5 ഇഞ്ചാണ് അതിന്റെ വീൽ സൈസ്. അപ്പോൾ ആ ഒരു സൈസിലുള്ള സാധനം, അതിന്റെ ഡിസ്ക് നമുക്ക് ഇവിടുത്തെ ചെറിയ കടകളിലെല്ലാം കിട്ടാനുണ്ട്. അതിട്ടാണ് നമ്മൾ ബോഡി ഫില്ലർ ലെവൽ ചെയ്യുന്നത്. ഇനി ഈ ഫില്ലർ നമ്മൾ ലെവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ വണ്ടികളിൽ നല്ല കനത്തിൽ തന്നെ ഫില്ലർ ഇടേണ്ടി വരും. കാരണം നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒരു പുതിയ ബോഡിയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നല്ല കനത്തിൽ ഫില്ലർ ഇടുമ്പോൾ പൊതുവെ പെയിന്റർമാർക്കും എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയാണ്, ഇത് എങ്ങനെയാണ് ഇത്രയും കട്ടിയിലുള്ള ഫില്ലർ ഈ ബോഡിയിൽ നിലനിൽക്കുക എന്നുള്ളത്. കാരണം അത്രയും കട്ടിയിൽ ഫില്ലർ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ ജീപ്പ് എന്ന് പറഞ്ഞ വാഹനത്തിന് വൈബ്രേഷൻ സ്വാഭാവികമായിട്ടുള്ള കൂടപ്പുറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും വലിയ വിറയലും അനക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ബോഡിയിൽ ഈ ഫില്ലർ എങ്ങനെ നിൽക്കും എന്നൊരു സംശയം പലർക്കും ഉണ്ടാവാം. അതിന് ഞാൻ 2-3 വണ്ടിയിൽ പ്രയോഗിച്ച്, എൻ്റെ വണ്ടിയിലടക്കം പ്രയോഗിച്ച് ഫലം കണ്ട ഒരു വഴി പറഞ്ഞുതരാം. നമ്മൾ ഫില്ലർ ഒരിക്കലും ഒറ്റയടിക്ക് ഒരേ കണത്തിൽ ഇട്ട് പോകരുത്. അത് ആദ്യം ഇട്ടിട്ട് ഒരു ഏകദേശ ലെവലായി കഴിയുമ്പോൾ തേച്ച് കഴിയുമ്പോൾ അതിൽ ചെറിയ കുഴികളും തടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് സാരമാക്കണ്ട. അതിന്റെ പുറത്ത് കൂടിയിട്ട് ഒരു 1K പ്രൈമർ, 1K ഇപ്പോക്സി പ്രൈമർ അടിക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബർജർ എന്ന് പറഞ്ഞ കമ്പനിയുടെ 1K QD എന്നുള്ള കോഡ് നെയിമിലുള്ള ഒരു ഇപ്പോക്സി പ്രൈമറാണ്. ആ പ്രൈമർ അടിക്കുക. അത് അടിച്ചു കഴിയുമ്പോഴേക്കും ഈ ഫില്ലർ ഈ ഇപ്പോക്സി പ്രൈമറിനെ ശരിക്കും വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്റെ പുറത്ത് അടുത്ത ലെയർ ഫില്ലർ വലിക്കുക. അത് വലിയ കനത്തിലിടേണ്ടി വരില്ല. ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ പുറത്താണ് പിന്നീട് നമ്മൾ NC പുട്ടിയോ അല്ലെങ്കിൽ സ്പോട്ട് പുട്ടിയോ ഒക്കെ ഇടേണ്ടി വരുന്നത്. ഇനി ഈ ജോലികൾ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പുറത്ത് നമുക്ക് PU PS ഗ്രേ അടിക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1K ഇപ്പോക്സി പ്രൈമർ തന്നെ അടിക്കാൻ പറ്റും. നല്ല രീതിയിൽ കവർ ആവുകയും ചെയ്യും. ഇത് കൺവെൻഷണൽ പെയിന്റിംഗ് ഗുരുക്കന്മാർ പലരും ഈ ഒരു സംഭവം തള്ളി പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ പരീക്ഷിച്ച് ഫലം കണ്ടൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
ഈ ഫില്ലറും ബോഡിയിലുള്ള ഇപ്പോക്സിയും എല്ലാമായിട്ട് നല്ലൊരു ബോണ്ടിങ് കിട്ടും. നല്ല രീതിയിൽ അത് അവിടെ ഇരുന്നോളും. പിന്നെ അത് അവിടെ നിന്ന് പൊള്ളി വരികയൊന്നും ചെയ്യില്ല. അത് ഏകദേശം 1 വർഷമായിട്ട് എൻ്റെ വണ്ടിയിൽ അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ വെള്ളത്തിലും വെയിലത്തും എല്ലാം കിടക്കുന്ന വണ്ടിയാണ്. ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ പോളിസ്റ്റർ ഫില്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ 1K ഇപ്പോക്സി അടിച്ച് ലെയറുകൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പരീക്ഷിച്ച് ഫലം കണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പണിയിലേക്ക് കടക്കാം. ഇതിൽ ഇപ്പോൾ പുട്ടിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബേസ് കോട്ട് അടിക്കും. ഈ ബേസ് കോട്ട് പലരും പല രീതിക്ക് ചെയ്യാറുണ്ട്. NC ബേസ്ഡ് പെയിന്റ്, നൈട്രോസെല്ലുലോസ് ബേസ്ഡ് പെയിന്റിൽ ചെയ്യാറുണ്ട്. അതുപോലെ ചിലർ അത് PS ഗ്രേ, അതായത് PS ഗ്രേ എന്ന് പറയുന്നത് നമ്മുടെ NC പുട്ടിയുടെ ദ്രാവക രൂപം എന്ന് വേണം പറയാം. ഒരു സർഫേസറാണ്. അപ്പോൾ ആ സർഫേസറിനകത്ത് തന്നെ കളർ മിക്സ് ചെയ്തിട്ട് NC കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി അടിക്കുന്ന ടിൻറ്റിന് നല്ല കവറേജ് കിട്ടും. അപ്പൊ നമ്മുടെ CJ3B പെയിന്റിങ് എല്ലാം ഏകദേശം പെയിന്റിങ് കൊണ്ട് പ്രിപ്പറേഷൻ ആയിട്ടുണ്ട്. ഇത് ഫുള്ള് തേപ്പായിരുന്നു ഒരാഴ്ച. ഈ തേക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തന്മാർ പറയാം അവന്റെ വീഡിയോ ഫുള്ള് തേപ്പാന്ന് പറയാം. അതുകൊണ്ട് പിന്നെ അത് കാണിക്കുന്നില്ലെന്നുള്ളത്. നമ്മുടെ ഇടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു തേക്കുന്നതിന്റെ ഒക്കെ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് PS ഗ്രേ, അതായത് സർഫേസർ ആയിട്ടുള്ള ഒരു ബേസ് കോട്ട് നമ്മൾ കളർ കയറ്റിയിട്ട് അടിക്കുകയാണ്. അപ്പൊ അതിന്റെ കളർ കണ്ടോണം. ഈ ഒരു കളറാണ്. ഇതിന്റെ ഒറിജിനൽ കളറല്ല, ഇത് ആ കളറിനോടൊരു സിമിലാരിറ്റി ഉള്ള ഷെയ്ഡ് നമ്മൾ PS ഗ്രേയിലും NC പെയിന്റിലുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അടിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഈ വണ്ടിയിൽ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ NC പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കോട്ട് PU ഫൈനൽ ടിന്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ മഴ അങ്ങ് പെയ്തു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ര പെട്ടെന്ന് മഴ പെയ്യുമെന്ന്. ഒരു കവേർഡ് സ്പേസിലേക്ക് വണ്ടി മാറ്റാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ മഡ്ഗാർഡ് രണ്ടും അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഫെൻഡേഴ്സ് അത് വീലിന്റെ മുകളിലിരുന്ന കാരണം എനിക്ക് വണ്ടി എടുത്ത് മാറ്റാനും പറ്റിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ നല്ലൊരു പണി കിട്ടി. പെയിന്റ് അടിച്ച് ഉണങ്ങുന്നതിന് മുമ്പ് അതിന്റെ പുറത്ത് മഴത്തുള്ളികൾ വീഴാന്ന് പറയുന്നത് ഒരു പ്രത്യേക പാറ്റേൺ ആണ് കാണാൻ. നല്ല രസമാണ്. അതിന്റെ ബുദ്ധിമുട്ടറിയണമെങ്കിൽ അത് പിന്നീട് രണ്ടാമത് തേച്ച് ഉരച്ച് നല്ല ലെവലാക്കണം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ തവണ ഞാൻ ഈ പെയിന്റ് അടിക്കുന്നത് അതിന്റെ പുറത്ത് 1K പ്രൈമർ അടിച്ചിട്ടാണ്. ഈ നേരത്തെ പറഞ്ഞ 1K ഇപ്പോക്സി ബ്ലാക്ക് കളർ അടിച്ചിട്ടാണ്. അത് തന്നെയുമല്ല, ആദ്യം അടിച്ച പെയിന്റ് എനിക്ക് റെഫറൻസ് കിട്ടിയ കളർ എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടി ഡാർക്കായിരുന്നു. ഞാൻ ആ പിക്ചർ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കളറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് മിക്സിംഗ് കൂടി നടത്തിയിട്ടുണ്ട്. ഞാൻ സാധാരണ പെയിന്റ് എല്ലാം അടിക്കുന്ന സമയത്ത് നമുക്ക് ആ കളർ തൃപ്തിയെല്ലാം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി. കാരണം ഇതിന്റെ എല്ലാം പ്രൈമറി കളേഴ്സ് ഞാൻ മാറ്റി സ്റ്റോക്ക് ചെയ്യും. ബേസ് കളേഴ്സ്, ഈ ബേസ് കളേഴ്സ് മാറ്റി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. കളർ മിക്സിങ്ങിനെ പറ്റി അത്യാവശ്യം ഒരു ധാരണ വേണം. നമ്മൾ പ്രൈമറി കളേഴ്സ് ഏതൊക്കെ, ഇപ്പം ഒരു റെഡ്, യെല്ലോ, ബ്ലൂ, ഈ 3 കളേഴ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെ കളർ മിക്സ് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കളറും അതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബേസിക് ബ്ലാക്കും വൈറ്റും കൂടെ ഉണ്ടെങ്കിൽ കാര്യം തീർന്നു. ഒട്ടുമിക്ക കളേഴ്സ്. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ വൈബ്രൻസ് കൂടിയ കളറാണെങ്കിൽ അത് അതായത് കളറായിട്ട് എടുക്കേണ്ടി വരും. ചില ഓറഞ്ച്, ഗ്രീന്, അതൊക്കെ വേറെ തന്നെ മാറ്റേണ്ടി വരും. അതല്ലാതെ നമുക്ക് തന്നെ സാധാരണ രീതിയിൽ പെയിന്റ് എല്ലാം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഇപ്പം അടിച്ചേക്കുന്ന ഷെയ്ഡാണ് ഈ കാണുന്നത്. ഇത് പക്ഷേ മൊബൈലിന്റെ ക്യാമറയിൽ എടുത്തു വന്നപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിലൊന്ന് മങ്ങിയപ്പോൾ എടുത്തൊരു ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം. അതിൽ ഏകദേശം കൃത്യമായിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ബോണറ്റിൽ പെയിന്റ് ചെയ്യാനുണ്ട്. ബോണറ്റിൽ നല്ലൊരു പണി കിട്ടി. കാരണം നമ്മൾ അതിന്റെ പുറത്ത് ആദ്യം പ്രൈമറൊക്കെ അടിച്ച് വന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് കുറെ പഴയ പെയിന്റ് കിടപ്പുണ്ടായിരുന്നു. ഈ പഴയ പെയിന്റിലേക്ക് ഇപ്പോക്സി പ്രൈമർ അടങ്ങിയ ഇപ്പോക്സി തിന്നർ ചേർത്തിട്ടുള്ള പ്രൈമർ ചെന്നപ്പോൾ ഈ താഴെ ഉണ്ടായിരുന്ന പെയിന്റിൽ ഏതോ ഒരു ലെയറിൽ പഴയ പെർമോബൽ എന്ന് പറയുന്ന ഒരു പെയിന്റ്, ഇനാമൽ പോലത്തെ ഒരു ബേസാണ് അതിന്റെ. അത് വളരെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള പെയിന്റാണ്. സാധാരണ നമ്മുടെ ഓട്ടോറിക്ഷകൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ട്രക്കുകൾ ഇങ്ങനെയുള്ള വണ്ടിയിലൊക്കെ, കാരണം ഒരു വർഷം മാക്സിമം നിന്നാൽ മതി, അടുത്ത ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് വരെ ഓടുന്ന രീതിയിൽ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ അടിക്കുന്ന പെയിന്റാണ്. വലിയ ഒന്നുമില്ല. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പുറത്ത് നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു പെയിന്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ, ലാക്കറോ അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു PU പെയിന്റോ ഒക്കെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഫുള്ള് പൊരിഞ്ഞിളകി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ലെയറിൽ എവിടെയോ അങ്ങനെ ഒരു ലെയർ പെയിന്റ് നിപ്പുണ്ടായിരുന്നു. 50 വർഷം പഴക്കമുള്ള വണ്ടിയിൽ പലയിടത്തും പല കളർ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ ഈ ബോഡി ചേർന്നപ്പോൾ തന്നെ റെഡിന്റെ തന്നെ ഒരു വലിയ പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് ഒരു 4-5 ഷെയ്ഡ്സ് ഓഫ് റെഡ്. ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു പാറ്റേൺ കാണാൻ നല്ല രസമായിരുന്നു. ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചില്ല. കുറേയേറെ റെഡിന്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു, പച്ച ഉണ്ടായിരുന്നു. ഈ ഷോർട്ട് വീൽ ബേസ് ജീപ്പുകൾ എപ്പോഴും ആൾക്കാർ ഒരു മുട്ടായി പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ഫാൻസി കളറൊക്കെ അടിക്കുക, അങ്ങനെ ഒരുപാട് കളറൊക്കെ അടിച്ചൊരു വണ്ടിയായിരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഷെയ്ഡ് ഇതാണ്. ഇനിയിപ്പം ഇതിന്റെ മേലെയാണ് ഒരു കോട്ട് ക്ലിയർ കോട്ടോട് അടിക്കണമെന്ന് നമ്മുടെ കസ്റ്റമർ റോഹിൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ അകത്ത് ചെറിയ കുറെ ടച്ചപ്പുകളും കാര്യങ്ങളും വരാണ്ട് ബോണറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ നമ്മൾ ക്ലിയർ കോട്ട് കൊടുത്ത് ഇനി ക്ലിയർ കോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബാക്കി പ്രോസസ്സ് എല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടാം. ഉടനെ തന്നെ ഉണ്ടാവും, താമസം വരില്ല. പിന്നെ ക്ലിയർ കോട്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫിറ്റിംഗ്സ് ആണ്. ഫിറ്റിംഗ് ഇതിന്റെ അപ്പോൾസറി സീറ്റിലൊന്നും വലിയ മാറ്റം വരുന്നില്ല. സീറ്റ് രണ്ടും സ്പ്ലിറ്റ് സീറ്റ് തന്നെയായിരുന്നു ഫ്രണ്ടിലുള്ളത്. ബാക്കിൽ സീറ്റ് കൊടുക്കുന്നില്ലെന്ന് വെച്ചിരിക്കുക. കാരണം അവർക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറ്റാനുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ട് റിയർ സീറ്റുകൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ജീപ്പിന്റെ പണിയുടെ പ്ലാൻസ്. ഇത് കൂടാതെ തന്നെ മറ്റൊരു ജീപ്പ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു CJ500DI ആണ്. അത് ഇപ്പോൾ ഏകദേശം പെയിന്റിങ്ങിന് റെഡിയായിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആണ്. മറ്റൊരു പ്രൊജക്ട്, നമ്മുടെ പ്രൊജക്ട് റിട്രീവർ എന്ന് പറഞ്ഞ അതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു MM540 ആണ്, 1995 മോഡല്. അത് ട്രാക്കിലൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നമ്മുടെ ഒരു പഴയ സുഹൃത്ത് മോഡിഫൈ ചെയ്തതാണ്. അപ്പോൾ അതിന്റെ റിസ്റ്റോറേഷൻ വീഡിയോസും വരുന്നുണ്ട്. കാരണം അത് ഒറിജിനൽ 540യുടെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ അതിന്റെ റിയർ ഡോർ ഒരു ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോസും പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് വരുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൂടെ നടിച്ചേക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.